ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സിയോവാൻ ഇപ്പോൾ പോയിസന്റെ എഫക്റ്റ് മനസ്സിലാക്കി തുടങ്ങുന്നു. അവൻ അതിനെക്കുറിച്ച് ഹായ് ബെഡോങ്ങിനോട് പറയുന്നു. ഐസ് എംബറർ അവനെ വാൺ ചെയ്യുന്നു. പോയിസൺ ഡേഞ്ചറസ് ആകാൻ ചാൻസ് ഉണ്ടെന്ന്, പക്ഷേ ഹെവൻലി ഫ്ലെയിം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നും പറയുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് സിയോയാൻ ബ്ലാക്ക് റോക്ക് സിറ്റിയിലുള്ള ആൽക്കെമിസ്റ്റ് എൽഡേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. അവർ അവനെ കണ്ടിട്ട് കുറേ നാളായി. അവർ സിയോയാനെ കണ്ടപ്പോൾ വളരെ സർപ്രൈസ് ആകുന്നു അവൻ്റെ ഗ്രോത്ത് കണ്ടിട്ട്. അവർ അവനെ ആൽക്കെമിസ്റ്റ് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ സിയോയാൻ ഇനീഷ്യലി റെഫ്യൂസ് ചെയ്യുന്നു. അവർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നു. കോമ്പറ്റീഷൻ്റെ പ്രൈസ് സ്പിരിറ്റ് മെൽറ്റിംഗ് ഹിൽ സ്ക്രോൾ ആണെന്ന്. അത് സോൾ ഫോഴ്സ് റീസ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, വൂണ്ടഡ് സോളിനെ ഹീൽ ചെയ്യാനും കഴിയും. ഇത് കേട്ടപ്പോൾ സിറ്റുവേഷൻ മാറി. ആ സമയത്ത് ക്യൂൻ മെഡ്യൂസ അപ്പിയർ ചെയ്തു അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു. ഫൈനലി സിയോവാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത്. എൽഡേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. യുൻലാൻഡ് സെക്റ്റിൽ മീൻവൈൽ സിറ്റുവേഷൻ വേറെ ഒരു ഡയറക്ഷനിലാണ്. നളൻ എൻട്രാൻ്റെ വീട്ടിൽ മാസ്റ്റർ ലിയു വിസിറ്റ് ചെയ്യുന്നു, ഗിഫ്റ്റ്സ് കൊടുക്കുന്നു. അവൾ ഓൾറെഡി ഹെവൻലി ഫ്ലെയിംസ് ഉള്ള ആൽക്കെമിസ്റ്റ് കണ്ടുപിടിച്ചെന്ന് പറയുന്നു. ആ സമയത്ത് സിയോവാൻ അവളുടെ ഗ്രാൻഡ് ഫാദറിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സിയോവാൻ ഗിഫ്റ്റ്സ് റിസീവ് ചെയ്യുന്നു. പക്ഷേ അവിടെ നിന്ന് വേഗം ലീവ് ചെയ്യുന്നു. മാസ്റ്റർ ലിയു നളൻ എൻട്രാനെ പ്രപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ അവൾ അത് റിജക്റ്റ് ചെയ്തു. അവൾ സ്ട്രോങ് ആയ ഒരു പേഴ്സണെയാണ് തേടി നടക്കുന്നതെന്ന് ക്ലിയറായി പറയുന്നു. ഇതിനിടയിൽ സിയോയാൻ പോയിസന്റെ എഫക്റ്റ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു. കൺട്രോൾ ലൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. കുറച്ച് സ്ട്രഗിളിനു ശേഷം അവൻ ഹെവൻലി ഫ്ലെയിംസ് ഉപയോഗിച്ച് പോയിസനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ആൽക്കെമി കോമ്പറ്റീഷൻ പ്രിലിമിനറി റൗണ്ട് സ്റ്റാർട്ടാകുന്നു. സിയോവാൻ ഡിസ്ഗൈസിൽ അവിടെ എത്തുന്നു. അവിടെ അവൻ മാസ്റ്റർ ലിയുവും യുണ്ണറിനെയും മീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ആൽക്കെമിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഫാമയും ലെജൻഡറി ആൽക്കെമിസ്റ്റ് ഗൂഹിയും അവിടെ ഉണ്ടായിരുന്നു. ഗൂഹി സിയോവാനോട് ഹെവൻലി ഫ്ലെയിം റിവീൽ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ സിയോവാൻ അത് റിഫ്യൂസ് ചെയ്യുന്നു. കോമ്പറ്റീഷൻ സ്റ്റാർട്ടാകുമ്പോൾ എല്ലാ ആൽക്കെമിസ്റ്റും പിൽസ് റിഫൈൻ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൽക്കെമിസ്റ്റും പിൽസ് റിഫൈൻ ചെയ്യാൻ തുടങ്ങി. സിയോയാന്റെ പോയിസൺ എഫക്റ്റ് കൊണ്ട് അവൻ സ്ട്രഗിൾ ചെയ്യുന്നു. ഹെവൻലി ഫ്ലെയിംസ് യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് യൂസ് ചെയ്താൽ ഗൂഹി അവനെ ഐഡന്റിഫൈ ചെയ്യും. അതുകൊണ്ട് അവൻ പർപ്പിൾ ഫ്ലെയിം മാത്രം യൂസ് ചെയ്യുന്നു. ടൈം കഴിയുമ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസും ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ സിയോയാൻ ഇപ്പോഴും ഇൻസൈഡ് ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ അവൻ പുറത്തു വരുന്നു. റിസൾട്ട് ഇവാലുവേഷൻ നടക്കുമ്പോൾ മാസ്റ്റർ ലിയു 7 സ്കോർ കിട്ടുന്നു. യുണ്ണർ 5 സ്കോർ കിട്ടുന്നു. സിയോയാൻ അൺഎക്സ്പെക്റ്റഡായി 9 സ്കോർ കിട്ടുന്നു. ഇതെല്ലാ പാർട്ടിസിപ്പൻസിനെയും ഷോക്ക് ചെയ്യുന്നു. എക്സ്പെഷ്യലി മാസ്റ്റർ ലിയു ജലസ് ആകുന്നു. എൽഡേഴ്സ് സിയോയാനെ പ്രസിഡന്റ് ഫാമനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവൻ ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ലീവ് ചെയ്യുന്നു. റൂമിൽ തിരിച്ചെത്തി പോയിസൺ സ്പ്രെഡ് ആകുന്നത് കൊണ്ട് അവൻ ഹെവൻലി ഫ്ലെയിംസ് യൂസ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു. സിയോയാൻ നളൻ റെസിഡൻസിലേക്ക് പോകുന്ന വഴി ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഐസ് എംബറർ അവനെ മുന്നോട്ട് അയക്കുന്നു. ഐസ് എംബറർ ലേറ്റർ ജോയിൻ ചെയ്യാം എന്ന് പറയുന്നു. നളൻ റെസിഡൻസിൽ എത്തിയപ്പോൾ നളൻ എൻട്രാൻ അവനെ പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷേ അവൻ റെഫ്യൂസ് ചെയ്യുന്നു. അതേസമയം യാഫൈ വരുന്നു. അവൾ അവനെ അക്കമ്പനി ചെയ്യാൻ പറയുന്നു. അങ്ങനെ സിയോയാൻ അവളോടൊപ്പം പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. ഇത് നളൻ എൻട്രാനിൽ ഒരു സ്മോൾ ജെലസി ക്രിയേറ്റ് ചെയ്യുന്നു. പാർട്ടിയിൽ യാഫൈ സിയോയാനെ ടെൻഷാനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സിയോയാൻ്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി ടെൻഷാന് അറിയായിരുന്നു. യാഫയും സിയോയാനും ക്ലോസ് ആയി സംസാരിക്കുന്നത് കണ്ടപ്പോൾ നളൻ ഫാമിലി എൽഡേഴ്സിന് ജലസ് ഉണ്ടാകുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ മ്യൂസാൻ അറൈവ് ചെയ്യുന്നു. അവൻ്റെ ഫിയാൻസിയാണ് യാഫൈ. അവൻ അവരെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അവൻ സിയോയാനെ അറ്റാക്ക് ചെയ്യുന്നു. ഫൈറ്റ് നടക്കുമ്പോൾ നളൻ എൻട്രാൻ ഇൻ്റർഫിയർ ചെയ്യുന്നു. പിന്നെ എൽഡേഴ്സ് വന്ന് മൂസാനെ വാൺ ചെയ്യുന്നു, സിയോയാനെ ഹാം ചെയ്യരുതെന്ന്. മീൻവൈൽ വേറെ ഒരു പ്ലേസിൽ ഹായ് ബെഡോങ്ങും ജിയാലാവും ഫൈറ്റ് ചെയ്യുന്നു. സിയോയാൻ നളൻ എൻട്രാൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കംപ്ലീറ്റ് ആയി ക്യൂർ ചെയ്യുന്നു. ഡീൽ പ്രകാരമുള്ള ഇൻഗ്രീഡിയൻസ് അവർ അവന് നൽകുന്നു. അത് കഴിഞ്ഞ് അവൻ യാഫയെ മീറ്റ് ചെയ്യുന്നു. ഉടനായി സ്ട്രോങ് പ്രഷർ സെൻസ് ചെയ്യുന്നു. അവൻ പെട്ടെന്ന് അവിടേക്ക് റഷ് ചെയ്യുന്നു. പോകുന്ന വഴി മൂസാൻ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ നളൻ എൻട്രാൻ അവനെ ഡിഫെൻഡ് ചെയ്യുന്നു. ആ സമയം സിയോയാൻ തൻ്റെ ഡൗക്കി വിങ്സ് യൂസ് ചെയ്ത് ഫ്ലൈ ചെയ്യുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും സർപ്രൈസ് ആകുന്നു, കാരണം വിങ്സ് ടെക്നിക് വളരെ റെയറാണ്.
ഫൈനലി എല്ലാവരും ഫൈറ്റ് നടക്കുന്ന പ്ലേസിൽ എത്തുമ്പോൾ ഹൈ ബജോങ്ങും ജിയാലാവും ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞവർ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് റിയൽ ഫൈറ്റ് അല്ല, ഇത് രണ്ട് ഓൾഡ് ഫ്രണ്ട്സിൻ്റെ റീയൂണിയൻ ആയിരുന്നു. അപ്പോൾ സിയോയാൻ ആൽക്കമി കോമ്പറ്റീഷനിൽ എൻ്റർ ചെയ്തു. പക്ഷേ പോയിസൻ്റെ ഡേഞ്ചർ ഇപ്പോഴും അവനെ ഫോളോ ചെയ്യുന്നു. നെക്സ്റ്റ് എപ്പിസോഡ്സിൽ കോമ്പറ്റീഷൻ സീരിയസ് ആവും ആൻഡ് സിയോയാൻ്റെ റിയൽ പവർ സ്ലോലി റിവീൽ ചെയ്യാൻ തുടങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.